ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജെൻഡർ ഇൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ ടോപ്പിക്കുകളാണ്. അതിലെ അടുത്തൊരു ടോപ്പിക്കാണ് ജെൻഡർ ഇൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ചിൽഡ്രൻസ് ബുക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരു കുട്ടി എങ്ങനെ ലോകത്തിനെ കാണണം, എങ്ങനെയാണ് അവൻ്റെ മൈൻഡിനെ ഷേപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വലിയൊരു റോൾ ആർക്കുണ്ട്? ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനുണ്ട്. അതുപോലെ തന്നെ അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരാണിനെ കാണേണ്ടത്, പെൺകുട്ടിയെ എങ്ങനെ കാണണം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ റോൾ അത്രയും വലുതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ണടച്ചൊരു സെക്കൻഡ് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോറി ഏതാണ്? ചിലപ്പോൾ അത് സിൻഡ്രല്ല ആയിരിക്കാം, അല്ലെങ്കിൽ സ്നോ വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജംഗിൾ ബുക്ക് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, ആരായിരുന്നു ആ കഥയിലെ ഹീറോ? ഓക്കെ, അപ്പോൾ എന്താണ് ആ ഹീറോ അതിന് മാത്രം ഇത്രത്തോളം നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം ചെയ്തത്? ആരൊക്കെയാണ് ആ കഥയിൽ സേവ് ചെയ്യപ്പെടേണ്ട ആൾക്കാർ? ഓക്കെ, ആരാണ് അവരെയൊക്കെ സേവ് ചെയ്തത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്റ്റോറീസ് വായിക്കുമ്പോൾ നമ്മൾ ബോയ്സ് വെയർ ബ്രേവ് ആൻഡ് അഡ്വഞ്ചറസ് അല്ലേ. നമ്മൾ കാണുന്നത് എന്താ? ആൺകുട്ടികൾ വളരെ ബ്രേവായിട്ട് അഡ്വഞ്ചറസ് ആയിട്ട് ക്ലവറായിട്ട് കാണിക്കുന്നു. എന്നാൽ പെൺകുട്ടികളെ അധിക കഥകളിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ജെൻറ്റിലായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ലേഡീസ് അധികവും അല്ലെങ്കിൽ ഗേൾസ് അധികവും കാണിച്ചിരിക്കുന്നത്. എന്നാൽ ബോയ്സോ അവരെ രക്ഷിക്കാൻ വരുന്ന വളരെ ബ്രേവ് ആൻഡ് അഡ്വഞ്ചറസ് ആൻഡ് ക്ലവർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒരു ആക്സിഡൻ്റായിട്ട് സംഭവിച്ചതല്ല. അന്നത്തെ സൊസൈറ്റിയുടെ തോട്ടും അതല്ലെങ്കിൽ അന്നത്തെ സൊസൈറ്റി എങ്ങനെയാണ് ഈ ജെൻഡേഴ്സിനെ കണ്ടത് എന്നതിൻ്റെ ഒരു മിറർ തന്നെയായിരുന്നു അന്നത്തെ സ്റ്റോറീസും എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് സിൻഡ്രല്ല തന്നെ എടുത്ത് നോക്കാം. സിൻഡ്രല്ലയിലെ മെയിൻ ക്യാരക്ടർ ആരൊക്കെയാണ്? നമുക്കറിയാം, അതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള സിൻഡ്രല്ലയുടെ ഒരു ബിഗ്ഗസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ രാജകുമാരനെ കല്യാണം കഴിക്കുക. അതായത് ആ ഒരു കല്യാണം മാത്രമാണ് അവളുടെ ജീവിതത്തെ ഹാപ്പി ആക്കാൻ അവൾക്കുള്ള ഏക വഴി. ഓക്കെ, ഇനി സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നുള്ള കഥയിലോ പ്രിൻസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഫുൾ ഉറക്കം മാത്രമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ തരത്തിൽ ഒരു ജെൻഡർ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ എന്ത് തരത്തിലാണ് കാണിക്കുന്നത്? കല്യാണമാണ് അവളുടെ ലൈഫിലെ ഏക ഒരു വഴി, എല്ലാ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി, അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി ആയിട്ട് കാണിക്കുന്നു. ഇത്തരത്തിലൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പീറ്റർ പാൻ എന്ന കഥയിൽ വെൻഡി ഈസ് ദ മദർ ഫിഗർ. ഓക്കെ, വെൻഡി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മദർ ഫിഗറാണ് ആ ലോസ്റ്റ് ബോയ്സിൻ്റെ. അതൊക്കെ നിങ്ങൾക്ക് അത് അറിയുന്നവർക്ക് അത് മനസ്സിലാവും. കുക്കിങ്ങും ക്ലീനിങ്ങും ആ കുട്ടികളെ നോക്കുന്നതും അതൊക്കെയാണ് അവളുടെ ലൈഫ് എന്ന് പറയുന്നത്. എന്നാൽ അവളുടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അവളെ അല്ലെങ്കിൽ ലോസ്റ്റ് ബോയ്സ് ആയിട്ടുള്ള ആ ബോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ അഡ്വഞ്ചറസിനൊക്കെ പോയിട്ട് ഫുൾ ഹാപ്പി ആയിട്ട് കളിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇനി ആലീസ് ഇൻ വണ്ടർലാൻഡോ, അതിൽ കാണിക്കുന്നത് വളരെ ക്യൂരിയസ് ആൻഡ് ബ്രൈവ് ഹീറോയിനാണ്. പക്ഷേ എങ്കിൽ പോലും അവൾ ഒന്നും പ്രോപ്പറായിട്ട് എന്താ പറയുക, അവളെ സ്റ്റിൽ സട്ട്ലി റിമൈൻസ് ഹർ ടു ബി പ്രോപ്പർ. അവളെ പ്രോപ്പറാക്കി വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലേഡിയെ പോലെ പെരുമാറാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ ഹാംലെസ് ആയിട്ട് കാണുമെങ്കിലും ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? അവരെങ്ങനെയാണ് ഒരു ജെൻഡറിനെ കാണണ്ടേ എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അതായത് ഒരു ബോയ്സ് ആണെങ്കിൽ സ്ട്രോങ് ആൻഡ് സ്മാർട്ട് ലീഡേഴ്സ് ആയിരിക്കണം, ഗേൾസ് ആണെങ്കിൽ ജെൻറ്റിൽ പാസീവ് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജെൻഡർ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ബട്ട് താങ്ക്ഫുള്ളി ഇപ്പോൾ ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓൾഡ് പാറ്റേൺസിനൊക്കെ റീറൈറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂ ഹീറോസും ഹീറോയിൻസും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രോസൺ എന്നുള്ളൊരു ഇതെടുത്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രിൻസിനെ സേവ് ചെയ്യുന്നത് ആരാണ്? പ്രിൻസസ് ആണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ മുവോണ എന്ന് പറയുന്നതിൽ പ്രിൻസ് തന്നെ ഇല്ല, ഒരു രാജകുമാരനും ഇല്ല, ഒരു ബ്രേവ് ഗേൾ. അവളുടെ പീപ്പിളിനെ ലീഡ് ചെയ്യുന്നതും അവളുടെ പർപ്പസ് കണ്ടെത്തുന്നതൊക്കെയാണ്. അപ്പോൾ ഈ ബുക്സ് ആയിട്ടുള്ള മാറ്റിൽഡ ബൈ റോൾഡ് ഡാൽ ആൻഡ് കൊറലിൻ ബൈ നീൽ ഗെയ്മൻ, ഇതിലൊക്കെ പെൺകുട്ടികളെ വളരെ സ്മാർട്ട് ആൻഡ് ക്യൂരിയസ് ആയിട്ടും വളരെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം
മസ്കുലിനിറ്റിയെ ഡിഫറെൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന ബുക്കുകളും ഉണ്ട്. അതായത് ബോയ്സ് കരയാൻ പാടില്ല, അവരെ കെയറിങ് അതൊന്നും അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന കാണിച്ചു തരുന്ന ബുക്സായിട്ടുള്ള വണ്ടർ എന്നുള്ളൊരു ബുക്കൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ പറയുന്നുണ്ട്, പുരോഗമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജെൻഡറിനൊരിക്കലും ഒരു ലിമിറ്റില്ല എന്ന് കാണിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ അതൊക്കെ വളരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് അത്ര റോള്? ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യകത എന്താണ്? ബിക്കോസ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് മിററാണ് അല്ലേ. കുട്ടികളെ സംബന്ധിച്ച് അത് അവർ ലോകം കാണുന്നൊരു രീതിയാണ്. കുട്ടികൾ അവരെ തന്നെ കാണുന്നത് സ്റ്റോറീസിലൂടെയാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു വിൻഡോ ആണ്. അവർ വേൾഡിനെ എങ്ങനെ കാണണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ജനലാണ് ഈ സ്റ്റോറീസൊക്കെ. അപ്പോൾ ഒരു പ്രിൻസിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഒരാണ് കരയരുത് എന്ന് പറയുന്നതുമായിട്ടുള്ള നാരോ മൈൻഡഡ് ആയിട്ടുള്ള കഥകൾ അവരെ അതിൽ വിശ്വസിപ്പിച്ചെടുക്കും. പിന്നീട് അവർ ലൈഫിലും അത് തന്നെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റോറീസ് കൊടുക്കണം. ബോയ്സ് കുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗേൾസ് ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വളരെയധികം ജെൻഡർ വെച്ചിട്ട് ഒരു സാധനത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഇക്വാലിറ്റിയോടെയും എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ലിറ്ററേച്ചറാണ് റിയൽ പവറായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ജെൻഡർ ഇൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ പറയാനുള്ളത്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അഥവാ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കാണാൻ മറക്കരുത്. ഓക്കെ, കൂടി കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നോട്ട്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നോട്ട്സാണ്, എക്സാമിന് എന്തായാലും ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ എമൗണ്ട് ആയാലും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.